ഹലോ, ഞാനിന്ന് ഒരു ഈന്തപ്പഴ പിക്കിളാണ് കാണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടോ നെയ്ച്ചോറിൻ്റെ കൂടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈന്തപ്പഴം 10 ഈന്തപ്പഴം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുരു കളഞ്ഞ് വെച്ചിരിക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിയണം. പിന്നെ ഇതിന് വേണ്ടത് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരു 4 ബോർഡ് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളകായിരുന്നു, അതും കൊച്ചായിട്ട് അരിഞ്ഞു. കരിവേപ്പിലയുണ്ട്. ഇത് വളരെ കുറച്ച് ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു നേരത്തേക്കേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം കൂടുതൽ ആക്കണം. പിന്നെ ഇതിന് നമുക്ക് കായപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ഇടുമ്പം കാണിക്കാം. ഉപ്പും വേണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വിനീഗറും വെള്ളവും വേണം. അപ്പം നമുക്ക് ആദ്യം ഇത് ചെറുതായിട്ട് അരിയണം. നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതി, കൊച്ചായിട്ട്. ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 1/4 സ്പൂൺ കടുകും 1/4 സ്പൂൺ ഉലുവായും കൂടി തീ കുറച്ച് അതിലോട്ട് വെളുത്തുള്ളി ഇടുക. ഇഞ്ചി, പച്ചമുളകും കരിവേപ്പില. ഇതൊക്കെ മൂത്തപ്പം ഞാൻ ചെറുതായിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പൊടി ഇടുമ്പോഴേ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ആദ്യം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി മുളകാണ്. 1 സ്പൂൺ മുളക് പൊടി, 1.5 ഇടാം. കാശ്മീരി ആയതുകൊണ്ട് വലിയ എരി വരത്തില്ല. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഞാനൊന്ന് തീ കത്തിച്ചിട്ടുണ്ട്. തീ കത്തിച്ച് ഇതിനെ ഒന്ന് നല്ലപോലെ മുരിച്ച് എടുക്കുക. ഈ സമയം നമുക്ക് ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയും, ഒരു 1/4 സ്പൂൺ തന്നെ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. ഇതിലോട്ട് ഞാനിവിടെ ഒരു വലിയ വറ്റൽമുളക് വിനാഗിരി, ഒരു വലിയ സ്പൂൺ വിനാഗിരി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ വറ്റൽമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അതൊഴിച്ചു. അത്രയും തന്നെ വിനാഗിരി ഒഴിച്ച അത്രയും തന്നെ വെള്ളവും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഈന്തപ്പഴം ഇട്ടാൽ ഈന്തപ്പഴം വേഗം ഈ വെള്ളം ഇത് വലിച്ചെടുത്ത് ഇതാകും, കുഴയും. അതുകൊണ്ടാണ് വെള്ളവും കൂടെ ചേർക്കുന്നത്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആദ്യം. അതിലോട്ട് തന്നെ 1 സ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചതും കൂടെ ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ച് ഈന്തപ്പഴം ഇതിലോട്ട് ചേർക്കാം. നല്ല പുളിയും എരിവും ഉപ്പും മുളകും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് തീ കുറച്ച് 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മൾ അടപ്പ് മാറ്റി നോക്കുമ്പോഴത്തേക്കും ഈ വെള്ളം എല്ലാം വറ്റി നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഈന്തപ്പഴ അച്ചാറൊക്കെ ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരിതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പുളിയും മധുരവും ഉപ്പും ഇച്ചിരി ചവർപ്പും എല്ലാം ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് വെറും 10 ഈന്തപ്പഴം എടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഒരു നേരത്തേക്കെന്നുള്ള ഇതിലാണ്.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്കൊക്കെ അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.